നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 3-ാം തീയതി 1199 ആണ്ട് കർക്കിടക മാസം 19-ാം തീയതി ശനിയാഴ്ച. ശനിയാഴ്ചയാണ്. മാത്രമല്ല ഇന്ന് പുണർദം നക്ഷത്രമാണ്. ഉദയ നക്ഷത്രം പുണർദമാണ്. ഇപ്പോൾ ശനി എന്ന് പറയുമ്പോൾ പൊതുവേ പാവഗ്രഹങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ളൊരു ഗ്രഹമാണ് ശനി. ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ് ഇന്ന്. ഇപ്പോൾ ശനി എന്ന് പറയുമ്പോൾ മന്ദത വരുത്തും. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. പൊതുവേ ഇന്ന് ശനി കൊള്ളത്തില്ല. നമുക്ക് ഇന്നൊരു ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ബർത്ത്ഡേയിലൂടെ കാണുന്നത്. പുണർദം നക്ഷത്രം മാത്രമല്ല, കർക്കിടക മാസത്തിലെ പുണർദം നക്ഷത്രം വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷവും വളരെ കഷ്ടതയേറിയ വർഷം തന്നെയായിരിക്കും. ശനി മന്ദതയുണ്ടാക്കും. മന്ദത എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളെയും സ്ലോ ആക്കും, സാമ്പത്തിക നഷ്ടം വരുത്തും, ശാരീരിക വൈഷമ്യം ഉണ്ടാക്കും, മനസ്സുഖം കിട്ടാതെ വരും. ഇങ്ങനെ കുടുംബത്തിനകത്ത് തന്നെ ഐശ്വര്യമില്ലാത്ത അവസ്ഥകൾ വന്നു ചേരും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട, ബർത്ത്ഡേ വന്നിട്ടുള്ളവർ സൂക്ഷിക്കണം. കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. സാമ്പത്തികമായി ബാധിക്കുന്നതിനൊപ്പം തന്നെ മറ്റെല്ലാ ഭാഗങ്ങളെയും അത് എഫക്റ്റ് ചെയ്യും. ഇവിടെ അതിന് പ്രതിവിധിയായിട്ട് നമുക്ക് ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, ശനീശ്വരനെ എത്രത്തോളം പ്രീതിപ്പെടുത്തിയ ശനീശ്വര യന്ത്രം, നമുക്ക് ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ശനീശ്വര യന്ത്രം ദേഹരക്ഷയായി ധരിക്കണം. ഒക്കെ ചെയ്തു പോയ ഈ ഒരു വർഷത്തെ ദോഷഭാവത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഓരോ ദിവസവും രാവുകാല സമയമുണ്ട്. രാവുകാലം എന്ന് പറയുമ്പോൾ ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാലം നോക്കി ഇറങ്ങുന്നത് ഉത്തമമായിരിക്കും. രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. സർപ്പം വളരെ ബ്ലോക്ക് ചെയ്യാനിടയുള്ള ദശാനാഥനും കൂടിയാണ് സർപ്പം. ജാതകപ്രകാരം രാഹു ദശാകാലമാണ്. രാഹുവിനെ എത്രത്തോളം പ്രീതിപ്പെടുത്തിയെടുക്കാമോ അതുപോലെ രാഹു ഗുണത്തെ കൊടുക്കും. അപ്പോൾ അതുപോലെ ദോഷവും ചെയ്യുന്നവനാണ് രാഹു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? രാഹുവിൻ്റെ കാലസമയം നമ്മൾ എല്ലാ യാത്ര അതുപോലെയുള്ള ശുഭകാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. ഇന്ന് ശനിയാഴ്ച 9 മണി മുതൽ 10:30 മണി വരെയാണ് രാവുകാലം എന്ന് കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രാവുകാലം തുടങ്ങുന്നത് 10:30 മണി മുതൽ 9 മണി മുതൽ 10:30 മണി വരെ അല്ല, 9 മണി 24 മിനിറ്റ് തൊട്ട് 10 മണി 57 മിനിറ്റ് വരെ ആണ് രാവുകാല സമയം. ഈ രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ നിങ്ങൾ യാത്ര തിരിക്കുക, ശുഭയാത്രകൾ. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു കാര്യത്തിനും എടുക്കാൻ കൊള്ളാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 6 മണി 18 മിനിറ്റ് തൊട്ട് 7:51 വരെയും, അതേപോലെ യമകണ്ഠകാല സമയം വരുന്നത് 2 മണി 4 മിനിറ്റ് തൊട്ട് 3 മണി 37 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ദിവസം കഴിഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു പോവും, അല്ലെങ്കിൽ പിന്നെ എഗ്രിമെൻ്റ് വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ മാത്രം നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിന് ഇന്ന് പ്രാധാന്യം കൊടുത്താൽ മതി. 12 മണി 7 മിനിറ്റ് തൊട്ട് 12 മണി 55 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്ത സമയമാണ്.
ഈ സമയം നമുക്ക് എന്ത് കാര്യങ്ങൾക്കും എടുക്കാം. അതേപോലെ തന്നെ ജാതക ദോഷങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ന് നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് പോകുമ്പോൾ ബ്ലാക്കോ അല്ലെങ്കിൽ നീലയോ കളറിലുള്ളതോ മിക്സായിട്ടുള്ളതോ വസ്ത്രം നമ്മൾ ധരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം. അത് ഷർട്ടായിട്ടോ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ഷോളായിട്ടോ ഒന്നുമില്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും കരുതുക. അല്ലെങ്കിൽ കറുത്ത പൊട്ട് നെറ്റി തൊടുന്നതും ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം ആർക്കും കഷ്ടതയും ദുരിതവും ഒന്നും വരാതിരിക്കാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.